കുടുംബങ്ങളിൽ നമ്മൾ ഒരിക്കലും എടുക്കാൻ പാടില്ലാത്തൊരു വിഷയമാണ്, കുടുംബ ബന്ധങ്ങളിൽ നമ്മൾ ഒരിക്കലും എടുക്കാൻ പാടില്ലാത്തൊരു വിഷയമാണ് വഞ്ചന. ഇതൊരു ദുരാത്മാവിൻ്റെ പ്രവർത്തനം കൂടിയാണ് വഞ്ചിക്കുക എന്നുള്ളത്. അത് നോക്കിയോ, കൂടപ്പുറപ്പിനെ വഞ്ചിച്ചവനാണ് യാക്കോബ്. പിന്നെ ദൈവത്തിൻ്റെ കരുണ കൊണ്ട് അവൻ രക്ഷിക്കപ്പെട്ടതേ ഉള്ളൂ, ദൈവം കരുണാമയനായതുകൊണ്ട്. പക്ഷേ സ്വന്തം കൂടപ്പുറപ്പിനെ വഞ്ചിച്ച യാക്കോബ് വഞ്ചിക്കപ്പെടും നമ്മൾ കാണുകയാണ്. അപ്പോൾ ഒരു കുടുംബ ബന്ധത്തിലൊക്കെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട, സ്വന്തം കൂടപ്പുറപ്പിനെ, സഹോദരങ്ങളൊന്നും ഒരു വിഷയത്തിൻ്റെ മേലും നമ്മൾ വഞ്ചിക്കാൻ പോകരുത്. പിൽക്കാലത്ത് നമ്മൾ വഞ്ചിതരാകുന്ന അനുഭവം ഉണ്ടാകും. ഇന്നല്ല, നാളെയല്ല, ചിലപ്പോൾ 14 വർഷം കഴിഞ്ഞായിരിക്കും. ഹല്ലേലൂയ. ഈ വിഷയത്തിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വീട്ടിൽ എപ്പോഴും വഞ്ചന ഉണ്ടാകുന്നത് സാമ്പത്തിക കാര്യങ്ങളിലായിരിക്കും, അല്ലേ? പലപ്പോഴും സാമ്പത്തിക വിഷയത്തിൻ്റെ മേലിലാണ് പല കുടുംബങ്ങളിലും ഈ വഞ്ചനയൊക്കെ നടക്കുന്നത് മെയിനായിട്ട്. അതല്ല എങ്കിൽ ചിലപ്പോൾ സംഭവിക്കുന്ന, വിവാഹമൊക്കെ ആലോചിച്ച് ഒക്കെ ഉറപ്പിക്കുന്ന സമയത്ത് പലരും വഞ്ചിക്കപ്പെടുന്നത് ചിലപ്പോൾ കള്ള സർട്ടിഫിക്കറ്റ് കാണിച്ചും, ഇല്ലാത്ത പഠനം കാണിച്ചും, ഇല്ലാത്ത പറമ്പ് കാണിച്ചും ഒക്കെ വഞ്ചിക്കപ്പെടുന്നവരുണ്ട്. എനിക്കിപ്പോഴും അറിയാം, ഞാനൊരു മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുക, സ്വന്തം മകളുടെ വിവാഹമായിട്ട്. ഇപ്പോൾ 2 കൂട്ടരെ വിളിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു കൂട്ടരെ പുറത്ത് നിർത്തിയേക്കുവാണ്, ഇവിടെ ആദ്യത്തെ കൂട്ടരെ കേൾക്കുവാണ്. അപ്പോൾ അപ്പനും അമ്മയുണ്ട്, മകളുണ്ട്, കൈക്കുഞ്ഞുമുണ്ട്. കേട്ടുകൊണ്ടിരിക്കുന്നത് സംസാരിക്കുന്നതിനിടയ്ക്ക് ഈ ചേച്ചിയാണ് സംസാരിക്കുന്നത്. ഭർത്താവ് കാണുമ്പോൾ അറിയാം പുള്ളി ശാന്തനാണെന്ന്. പുള്ളി ശാന്തനാണ്, വലിയ ഒത്തിരി സംസാരിക്കുന്നില്ല. പുള്ളിക്കാരിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവർ തമ്മിലുള്ള പ്രശ്നം കുടുംബ പ്രശ്നമായിട്ട് മാറിയതുകൊണ്ടാണ് ഇവരൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഈ സംസാരിച്ച് ഇതിനിടയ്ക്ക് ഈ ചേച്ചി, ഈ പുള്ളി എന്തോ പറഞ്ഞു വന്നപ്പോൾ ചാടി എഴുന്നേറ്റ് സ്വന്തം ഭർത്താവിനോട് പറയാണ്, താൻ മിണ്ടാതിരിക്കുക. 10-25 വർഷം മുമ്പേ സഹോദരൻ്റെ പറമ്പ് കാണിച്ചെന്നെ കെട്ടിച്ചല്ലേ. ഭർത്താവിനോട് പറയാ, നിങ്ങളന്ന് എന്നെ പറ്റിച്ചത് ഞാനിപ്പോഴും മറന്നിട്ടില്ല. അതായത് വന്നപ്പോൾ ഇത് ഞങ്ങളുടെ പറമ്പാണെന്ന് പറഞ്ഞു. ശരിയായിരുന്നത് ഞങ്ങളുടെ എന്ന് പറഞ്ഞപ്പോൾ സഹോദരനും കൂടി ഉണ്ടായിരുന്നു എന്നുള്ളൂ. പുള്ളി പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. പുള്ളി കൊണ്ടുപോയി ഈ പറമ്പെല്ലാം കാണിച്ചു കൊടുത്തപ്പോൾ പറഞ്ഞു ഇത് ഞങ്ങളുടെ പറമ്പാന്ന് പറഞ്ഞു. കല്യാണം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴാണ് ഞങ്ങളുടെ എന്നുള്ളത് ഈ സഹോദരി വിചാരിച്ചത്, ഈ കുടുംബക്കാർ വിചാരിച്ചത് പുള്ളിയുടെ സ്വത്താണെന്ന് വിചാരിച്ചു, പുള്ളിക്ക് വീതം കിട്ടിയതാണെന്ന് വിചാരിച്ചേ. പക്ഷേ അതങ്ങനെയല്ലായിരുന്നു. അത് പിന്നെ വീതം വെച്ചും പുള്ളിക്ക് കുറച്ച് ഭാഗം ഉള്ളായിരുന്നു. അപ്പം അത് ഇപ്പോഴും മനസ്സിൽ കിടക്കുക. മകളുടെ പ്രശ്നമായിട്ട് വന്ന് നിൽക്കുമ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഭർത്താവ് ഒരു കാര്യം പറയും, ചാടി ഇരുന്ന് താൻ മിണ്ടായിരടോ. ഭാര്യ പറയും താൻ മിണ്ടാതിരിക്കുക. 3 വർഷം മുമ്പ് എന്നെ സ്വന്തം സഹോദരൻ്റെ പറമ്പ് കാണിച്ച വഞ്ചിച്ചെത്താം, താൻ മിണ്ടാതിരിക്കും, ഞാൻ പറയാമെന്ന്. ഈ വഞ്ചനയുടെ മുറിവെപ്പ് മനസ്സിൽ കിടക്കും. വഞ്ചിച്ചാൽ തീർച്ചയായിട്ടും വഞ്ചിക്കപ്പെടുമെന്നാണ് വചനം പറയുന്നത്. അതുകൊണ്ട് ഈ വിഷയത്തിൽ നമുക്കൊരു ആത്മീയ ഉപദേശം ഉള്ളത് നല്ലതാണ്. നമ്മുടെ കുടുംബത്തിലൊക്കെ ഒരു ആത്മീയ ഉപദേശം ഉള്ളതാണ്. വഞ്ചിക്കപ്പെടാൻ ബോധപൂർവം നമ്മളെ അനുവദിച്ചാലും നമ്മൾ ആരെയും വഞ്ചിക്കരുത്. ഹല്ലേലൂയ. ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. അടുത്തിരിക്കുക മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞ് ആരെയും വഞ്ചിക്കരുതെന്ന് പറഞ്ഞേ, ആരെയും ചതിക്കരുതെന്ന് പറഞ്ഞ്, വഞ്ചിക്കപ്പെടൂന്ന് പറ. അതാണ് അതിൻ്റെ ആത്മീയ ഉപദേശം. അതാണ് വഞ്ചിക്കപ്പെട്ട, വഞ്ചന തീരുന്നതിന് മുമ്പേ വഞ്ചിക്കപ്പെടുമെന്നാണ് വചനം പറയുന്നത്. പിന്നെ ഞാൻ യാക്കോബിൻ്റെ കാര്യം ചിന്തിക്കുമ്പോൾ, യാക്കോബ് സമ്പത്ത് അടിച്ചു മാറ്റാനൊന്നും അല്ല വഞ്ചിച്ചത്. യാക്കോബ് സഹോദരനെ വഞ്ചിച്ചത് അപ്പൻ്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട്, അല്ലേ? അങ്ങനെയൊക്കെ ആരെങ്കിലും ചെയ്യോ? അപ്പൻ്റെ ഷെയർ കിട്ടാൻ വേണ്ടി ചിലപ്പോൾ അപ്പനെ വഞ്ചിക്കും, സഹോദരങ്ങളെ വഞ്ചിക്കും. അപ്പൻ്റെ ഷെയർ കിട്ടാൻ വേണ്ടി ചിലപ്പോൾ നമ്മൾ കൂടപ്പുറപ്പുകളെ വഞ്ചിച്ച് നിരിക്കും. ഭാഗോടമ്പടിയുടെ സമയത്തോ വീതം വെക്കലിൻ്റെ സമയത്തൊക്കെ ചിലപ്പോൾ നമ്മൾ സഹോദരങ്ങളെ വഞ്ചിച്ച് നിരിക്കും. പക്ഷേ യാക്കോബ് സ്വന്തം സഹോദരനെ വഞ്ചിച്ചത് അപ്പൻ്റെ അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടായിരിക്കും കർത്താവ് കരുണ കാണിച്ചത്. കാരണം ഒരു ആത്മീയ കാര്യത്തിന് വേണ്ടിയിട്ടാണല്ലോ യാക്കോബ് അങ്ങനെ ചെയ്തത്. അപ്പൻ്റെ അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ട് സഹോദരനെ വഞ്ചിച്ചത്. നമ്മളൊക്കെ വഞ്ചിക്കുന്നതാണ് ഞാൻ പറഞ്ഞത്. നമ്മളൊക്കെ പലപ്പോഴും വഞ്ചനാത്മകമായ തീരുമാനങ്ങളൊക്കെ ഒരു പരിധിവരെ ഭൗതികമായ നേട്ടത്തിൻ്റെ പേരിലാണ്, ഭൗതികമായ വിഷയവുമായി ബന്ധപ്പെട്ടാണ്. അപ്പം അങ്ങനെ കുറേ സ്വന്തം സഹോദരനെ വഞ്ചിച്ച് ഓടിപ്പോന്ന യാക്കോബ് ലാബാന്റെ കീഴെ 10-14 വർഷക്കാലം 2 പെൺമക്കളെ കിട്ടാൻ വേണ്ടി റാഹേലിനെ ചോദിച്ചു, വഞ്ചിച്ചു, ലയെ കൊടുത്തു. വീണ്ടും റാഹേലിനെ ചോദിച്ചപ്പോൾ 7 വർഷം കൂടി പണിയെടുക്കാൻ പറഞ്ഞു. അങ്ങനെ 14 വർഷക്കാലം അടിമവേല, വഞ്ചിക്കപ്പെട്ടതിൻ്റെ പേരിൽ വീണ്ടും അടിമയെ പോലെ വഞ്ചിതനായി, സ്വയം വഞ്ചിതനായി ജീവിക്കേണ്ടി വന്ന യാക്കോബ് അങ്ങനെ കല്യാണം കഴിഞ്ഞ് ഇപ്പം എത്ര പേരുണ്ട്? 2 ഭാര്യമാരുണ്ട്. ഹല്ലേലൂയ. ചിലവർ പറഞ്ഞേ ഹല്ലേലൂയ. ലയയും റാഹേലും. ഇനി വായിക്കാം ഉൽപ്പത്തി പുസ്തകം 30-ാം അധ്യായം 1 മുതലുള്ള വചനങ്ങൾ. യാക്കോബിന് മക്കളെ നൽകാൻ തനിക്ക് സാധിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ റാഹേലിന് തൻ്റെ സഹോദരിയോട് അസൂയ തോന്നി. ലയോട് അസൂയ തോന്നി. കാരണം ലയയ്ക്ക് മക്കള് ഒന്ന് കഴിയുമ്പോൾ അടുത്തത്, അടുത്ത് കഴിയുമ്പോൾ അടുത്തത്, അങ്ങനെ 5-6 പിള്ളേർ ലയയ്ക്കുണ്ടായി. റാഹേലിന് ഒരു കുഞ്ഞുണ്ടായില്ല.
അപ്പോൾ തീർച്ചയായിട്ടും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു അസൂയൊക്കെ തോന്നി. സ്വാഭാവികമായിട്ടും ഉള്ളതാണ്, നമുക്കും തോന്നാൻ സാധ്യത ഉള്ളതാണ് എന്ന് കരുതി അങ്ങനെ അസൂയപ്പെടണമെന്നല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ കൂടെ വസിക്കുന്നവരുടെ, കൂടപ്പിറപ്പുകളുടെ, സ്വന്തക്കാരുടെ പോലും വളർച്ചയിൽ അസൂയപ്പെടുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. സ്വന്തം കൂടപ്പിറപ്പിൻ്റെ ഇങ്ങനെ കൂടപ്പിറപ്പ് നല്ലൊരു വീടും കാറൊക്കെ മേടിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കുന്നിടയ്ക്ക് പറഞ്ഞ, എൻ്റെ അച്ഛ അവന് ദുബായിലെ പണി, എന്തോ കള്ളക്കടത്തോ ബിസിനസ്സോ എന്താണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ പിന്നെ ഇത്രയും സ്വന്തം കൂടപ്പിറപ്പിനെ കുറിച്ച് ഒരുത്തം പറഞ്ഞ അവൻ അവിടെ എന്നാ പണിയെന്നൊന്നും എനിക്കറിയത്തില്ല, എന്തായാലും എന്തോ ഉടായിപ്പാണ്, എന്തോ ഉടായിപ്പാണ്. ഉള്ളിൽ അസൂയുള്ളതാണേ, അസൂയ കിടക്കണമെന്ന് പറയുന്നതാണ്. സ്വന്തം സഹോദരൻ അത്യാവശ്യം നല്ല വീടൊക്കെ വെച്ച് കുറേ വർഷങ്ങൾ വിദേശത്ത് ദുബായി കിടന്ന് പണിയെടുത്ത് കിട്ടിയ നല്ല ജോലി കിട്ടിയതുകൊണ്ടായിരിക്കാം കുടുംബം മുഴുവൻ അവിടെ കിടന്ന് പണിയെടുത്ത് ചിലപ്പോൾ ലോൺ എടുത്തായിരിക്കും വീട് വെച്ച്. ഇതൊന്നും അറിയാതെ പറയാണ്, അവിടെ അവൻ എന്തോ ഉടായിപ്പുണ്ട്. എൻ്റെ സഹോദരനായതുകൊണ്ട് പറയുന്നതല്ല, അഡീഷണൽ ചേർക്കുന്നവന് എൻ്റെ കൂടപ്പിറപ്പായതുകൊണ്ട് പറയുന്നതല്ല, അവൻ എന്തോ ഉടായിപ്പുണ്ട്, അല്ലെങ്കിൽ അവൻ ഇത്രയും വലിയ വീട് വെക്കാൻ പറ്റും വെച്ചാൽ. അപ്പൊ നമുക്ക് അപരന്റെ വളർച്ചയിൽ ഒരു അസൂയ സ്വാഭാവികമായിട്ടും മനുഷ്യ മനസ്സിൽ രൂപപ്പെടും. അതിനെ അതിജീവിക്കുന്നതാണ് ആത്മീയ വളർച്ച എന്ന് പറയുന്നത്. ഹല്ലേലൂയ. വചനം പറയുന്നതാണ് അസൂയ മന്ത്രവാദം പോലെയാന്നാ പറഞ്ഞത്. മർക്കടമുഷ്ടി ആവിചാരം പോലെയാന്ന് പറയുന്നത്. ഇതെല്ലാം വിഗ്രഹാരാധന പോലെയാന്നാ പറയുന്നത്. ഏത് ഈ അസൂയ എന്ന് പറയുന്നത്. അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് സ്വന്തം കൂടപ്പുറപ്പിനോടും കുടുംബാംഗങ്ങളോടും അയൽവാസികളോടൊക്കെ വല്ലാത്ത അസൂയ മനസ്സിൽ. എന്താ വല്ലാത്ത അസൂയ. അതുകൊണ്ട് എന്താ, ആരെങ്കിലും വന്നിട്ട് അയൽവക്കക്കാരൻ്റെ കൊച്ചിന് കല്യാണം ആലോചിക്കാൻ വന്നു കഴിഞ്ഞാൽ നമ്മളത് എങ്ങനെയെങ്കിലും മുടക്കി വിടും. കാരണം എന്താ, എൻ്റെ വീട്ടിൽ താണ്ട് എൻ്റെ മകൾ കല്യാണം കഴിക്കാൻ നിൽക്കും, അപ്പോഴാണ് അവൻ കല്യാണം കഴിക്കുന്നത്, അവൻ്റെ അതങ്ങനെ ശരിയാകുന്നത്. എത്ര പേരുടെ കല്യാണമെന്നറിയാമോ സ്വന്തം അയലക്കക്കാരും വീട്ടുകാരും കാരണം മുടങ്ങിപ്പോയിട്ടുള്ളത്. എന്തുകൊണ്ടാ? അവൻ രക്ഷപ്പെടുന്നത് ഇഷ്ടമല്ലാത്തതുകൊണ്ട്. അതാണ് കാരണം. അവൻ്റെ വളർച്ചയിലുള്ള അസൂയ, അവനൊരു നന്മയുണ്ടാകുന്നതിലുള്ള അസൂയ അവിടെ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ടാണ് അവരുടെ മകളുടെയും മകൻ്റെയൊക്കെ കല്യാണം പോലും മുടക്കുന്നത്. അല്ല പിന്നെ എന്നാ? അപ്പോൾ ഈ ഒരു വിഷയമുണ്ടല്ലോ, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം അസൂയ നമ്മളിൽ കയറി കഴിഞ്ഞാൽ അതിങ്ങനെ നമ്മളെ കാർന്ന് തിന്നും. നമ്മളിങ്ങനെ കാർന്ന് തിന്നും ഈ അസൂയ, നശിപ്പിക്കുന്നവരെ. അതുകൊണ്ട് ഈ മനോഭാവം വിശുദ്ധീകരിക്കപ്പെടണം. നമ്മുടെ കുടുംബങ്ങളിൽ വിശുദ്ധീകരിക്കപ്പെടേണ്ട മനോഭാവമാണ്. ആദ്യം ഞാൻ പറഞ്ഞു, വഞ്ചന എന്ന മനോഭാവം അത് വിശുദ്ധീകരിക്കപ്പെടണം. വഞ്ചിക്കരുത്. 2, അസൂയ. നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ അത് എങ്ങനെയെങ്കിലും കയറി വന്നോ, ആരെങ്കിലുമായിട്ടുള്ള ബന്ധങ്ങളിൽ അസൂയ ഉണ്ടോ, അത് നമ്മുടെ ആത്മീയ വളർച്ചയില്ലാത്ത, ആത്മീയ പാപ്പരത്വം കാണിക്കുന്ന അവസ്ഥയാണ് നമ്മളിലുള്ള ഈ അസൂയ എന്ന് പറയുന്ന മനോഭാവം. എന്നിട്ട് ഇവിടെ പറയുകയാണ്, റാഹേലിന് തൻ്റെ സഹോദരിയോട് അസൂയ തോന്നി. ആരോടാ? സഹോദരിയോട് അസൂയ തോന്നി. ഈ അസൂയ തോന്നിയതിൻ്റെ ബാക്കിയായിട്ട് പറഞ്ഞ എന്നാണെന്നറിയാമോ? കേട്ടോട്ടാ. അവൾ യാക്കോബിനോട് പറഞ്ഞു. അസൂയ തോന്നിയപ്പോൾ അവൾ യാക്കോബിനോട് പറഞ്ഞ കാര്യമാണ്, എനിക്കും മക്കളെ തരിക, അല്ലെങ്കിൽ ഞാൻ മരിക്കും എന്ന് പറഞ്ഞു. ചോക്ലേറ്റ് മേടിച്ച് തരാൻ പറയുവാണെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ പോയി മേടിക്കായിരുന്നു, അല്ലേ? ഐസ്ക്രീമാണ് ചോദിച്ചെങ്കിൽ നമുക്ക് മേടിച്ച് കൊടുക്കാമായിരുന്നു. സിനിമയ്ക്ക് കൊണ്ടുപോകാൻ പറയുമായിരുന്നെങ്കിൽ കൊണ്ടുപോകാമായിരുന്നു, അല്ലേ? റാഹേല് ഭർത്താവിനോട് പറഞ്ഞ എന്നാണെന്നറിയാവോ? എനിക്ക് മക്കളെത്താ, ഇല്ല ഞാൻ മരിക്കാൻ പോവാന്ന്. ഹല്ലേലൂയ. റാഹേല് വന്ധ്യയായിരുന്നു. ആരായിരുന്നു വന്ധ്യ? പ്രശ്നം റാഹേലിനാണ്, യാക്കോബിനല്ല. യാക്കോബിനാണ് പ്രശ്നമെങ്കിൽ ലേയക്ക് 6 പിള്ളേരുണ്ടാവും. യാക്കോബിനാണ് പ്രശ്നമെങ്കിൽ ലേയക്ക് 6 പിള്ളേരുണ്ടാവും. ഉണ്ടാകില്ല. പ്രശ്നം റാഹേലിനാണ്. റാഹേലാണ് വന്ധ്യയായിരിക്കുന്നത്. അവള് പറയാണ്, നിങ്ങൾ എനിക്ക് മക്കളെ തരാൻ, ഹല്ലേലൂയ, അല്ലെങ്കിൽ ഞാൻ മരിക്കാൻ പോവാണ്. നോക്കിയേ, നിങ്ങൾ എനിക്ക് മക്കളെ തന്നില്ലെങ്കിൽ ഞാൻ മരിക്കാം. നിങ്ങൾ ഇന്നലെ യാക്കോബിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. യാക്കോബിന്റെ കയ്യിലിരിക്കുന്ന സാധനമാണ് അതെടുത്ത് കൊടുക്കാനായിട്ട് അല്ല. അതുകൊണ്ടാണല്ലോ 127-ാമത്തെ സങ്കീർത്തനത്തിൽ വചനം പറയുന്നില്ല, 3-ാമത്തെ വചനം, ഉദരഫലം ഒരു സമ്മാനമാണ്. ഇറ്റ്സ് എ ഗിഫ്റ്റ്. ഒരു സമ്മാനമാണ്, ദൈവം തരുന്ന സമ്മാനമാണ്. എത്രയോ മാതാപിതാക്കൾ നമുക്കറിയാം ആഗ്രഹിച്ചിട്ട് കുഞ്ഞുങ്ങളെ ലഭിക്കാത്തവരുണ്ട്. പ്രാർത്ഥിച്ച് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവർ, വർഷങ്ങളായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവർ എത്രയോ പേരുണ്ട്, അല്ലേ? ഇതൊരു സമ്മാനമാണ്. അപ്പോൾ യാക്കോബിനോട് പറയും, നിങ്ങൾ എനിക്ക് മക്കളെ തല്ലെങ്കിൽ ഞാൻ മരിക്കാൻ പോവാന്ന്. ചില കുടുംബത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ. പ്രശ്നം സ്വന്തം ജീവിതത്തിലാണ്. എന്നിട്ട് നമ്മൾ കൂടെയുള്ളവർ, നമ്മളിൽ ഈ പ്രശ്നം കൂടുമ്പോണ്ടല്ലോ, നമ്മുടെ ആന്തരിക മനുഷ്യൻ വല്ലാതെ ദുർബലപ്പെടുമ്പോണ്ടല്ലോ, നമ്മളിൽ ഈ അസൂയയും അസ്വസ്ഥതയൊക്കെ നിറയുമുണ്ടല്ലോ, കൂടെയുള്ളവരൊക്കെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും. പ്രശ്നം നമ്മളിലാണ്. പ്രശ്നം വന്നിരിക്കുന്ന നമ്മളിലാണ്. നമ്മുടെ ആന്തരികതയിലും നമ്മുടെ
അല്ലെങ്കിൽ ഈ ലേയോടുള്ള അസൂയ ആയിരിക്കാം. ഇതെല്ലാം ഉള്ളിൽ കിടന്നിട്ട് ഈ അസൂയയും അല്ലെങ്കിൽ ഈ ഒരു സങ്കടവും ദുഃഖവും എല്ലാം ഉള്ളിൽ കിടന്നിട്ട് തന്റെ ഭർത്താവിന്റെ മെക്കിട്ട് കയറുക. നമ്മൾ പറയാം, അങ്ങനെ പറയണ്ട, ആ ഒരു ഭർത്താവിന്റെ മെക്കിട്ട് കയറുക. യാക്കോബിന്റെ അടുത്ത് നിന്ന്, നിങ്ങൾ എനിക്ക് മക്കളെത്താ, നിങ്ങൾ എന്താ ഈ മനുഷ്യ കാണിക്കുന്നത്? ഒന്നും കാണിക്കുന്നില്ല, അവിടെ വെറുതെ ഇരിക്കുക. പക്ഷെ ഹല്ലേലൂയ, ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ എനിക്ക് മക്കളെ തരാൻ പറഞ്ഞുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കുക. എന്നിട്ട് പറയാണ്, ഇല്ലെങ്കിൽ ഞാൻ മരിക്കും, ഇല്ലെങ്കിൽ ഞാൻ മരിക്കും എന്നാ പറഞ്ഞത്. ചിലരൊക്കെ എന്ത് പറഞ്ഞാലും അതിന്റെ അഡീഷണൽ പറയുന്നത് ഞാൻ ചാകാൻ പോകുന്ന പറയുന്നത്. ഇത് പണ്ട് മുതലേ തുടങ്ങിയതാ. റാഹേലായിട്ട് ഇവിടെ തുടങ്ങി വെച്ചിട്ടുണ്ട് ഈ സാധനം. അബ്രാഹത്തിന്റെ ഭാര്യ സാറായിക്കുണ്ടായിരുന്നു ഈ ചിന്ത, ചാകണം 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 എന്നുള്ള ചിന്ത. കൂടുതലും വിശുദ്ധ ഗ്രന്ഥത്തിൽ സ്ത്രീകൾക്കാണ് ഈ ചിന്ത വെച്ചേക്കുന്നത്. അതെന്താന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മുടെ സ്ത്രീകൾ അങ്ങനെയൊന്നുമല്ല, അതിനേക്കാളും മെച്ചപ്പെട്ടവരാണ്. ഹല്ലേലൂയ. ഒരിക്കൽ പോലും നമ്മൾ അങ്ങനെ, ഇത് പഴയ നിയമം ആയതുകൊണ്ടാണ്, നമ്മൾ പുതിയ നിയമത്തിന്റെ മക്കൾ, അതുകൊണ്ട് നമുക്കൊക്കെ ചിന്തയൊന്നുമില്ല. നമ്മുടെ സ്ത്രീകൾക്ക് പഴയ നിയമത്തിന്റെ സ്ത്രീകളെ പോലെയൊന്നുമല്ല, നമ്മുടെ സ്ത്രീകൾക്ക് അങ്ങനെ ഒരു ചിന്ത പോലും ഇല്ല. ഹല്ലേലൂയ. അങ്ങനെ ചിന്തയുണ്ടെങ്കിൽ നമ്മളിപ്പോഴും പഴയ നിയമത്തിന്റെ സ്ത്രീയാണ്. പുതിയ നിയമത്തിന്റെ സ്ത്രീ പരിശുദ്ധ അമ്മയാണ്. ഹല്ലേലൂയ. പ്രശ്നമുണ്ടായപ്പോ, ആന്തരിക സംഘർഷം ഉണ്ടായപ്പോ, ഇതുപോലെ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ മനസ്സിൽ ഉദിച്ചപ്പോ, ഇതെങ്ങനെ എന്നുള്ള ആലോചന വല്ലാത്ത മനസ്സിനെ കീറി മുറിച്ചപ്പോ, തന്റെ ഭാവി, തന്റെ ദാമ്പത്യം, തന്റെ സ്വപ്നങ്ങള് ഇതെല്ലാം കൂടി ഉള്ളിൽ കിടന്നിങ്ങനെ ഉരുണ്ടു കയറിയപ്പോ അമ്മ പറഞ്ഞെന്നാന്നറിയാവോ? ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ ഇഷ്ടം പോലെ നിറവേറട്ടെ. ചാകണമെന്നല്ല പറഞ്ഞേ, ചത്ത് കളഞ്ഞേക്കാന്നല്ല പറഞ്ഞേ. ചാകുന്ന വിഷയമല്ല അമ്മ ചിന്തിച്ചേ. ഇതാണ് പഴയ നിയമത്തിന്റെ സ്ത്രീകളും പുതിയ നിയമത്തിന്റെ സ്ത്രീയും തമ്മിലുള്ള വ്യത്യാസം. ഹല്ലേലൂയ. നിങ്ങൾ പുതിയ നിയമത്തിന്റെ സ്ത്രീയാണോ പഴയ നിയമത്തിന്റെ സ്ത്രീയാണോ? എന്തോ? ഞാൻ വീട്ടുകാരെ വിളിച്ച് ചോദിക്കുന്നുണ്ട്. ഇവിടെ വരുമ്പോൾ നിങ്ങൾ പുതിയ നിയമത്തിന്റെ സ്ത്രീ, വീട്ടിൽ ചെന്ന് എന്തെങ്കിലും പ്രശ്നം എന്നെ അങ്ങോട്ട് കൊല്ല് കേട്ടാ. ചിലപ്പോൾ അങ്ങനെയായിരിക്കും പറയുന്നത്. ഈ സ്വയം ഇത് ഒരു ആത്മഹത്യ പ്രവണത തന്നെയാ. സ്വയം നെഞ്ചത്തടിക്കുക, അടിക്കുക, കൊല്ല്, ഞാൻ ചാകാൻ പോവാ, കൊല്ല്, എന്നെ അങ്ങോട്ട് കൊല്ല് എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ പഴയ നിയമത്തിന്റെ സ്ത്രീയുടെ സ്വഭാവം. ഇതാണ് ഈ പറഞ്ഞ റാഹേല് ഭർത്താവിനെ തെറി വിളിച്ചിട്ട് എന്നെ അങ്ങോട്ട് കൊല്ലാൻ പോകും, ഞാൻ ചാകാൻ പോകുന്നാ പറഞ്ഞത്. നമ്മൾ പഴയ നിയമത്തിന്റെ സ്ത്രീ അല്ല, പുതിയ നിയമത്തിന്റെ സ്ത്രീയാണ് മാറുക. സ്ത്രീ ആയിട്ട് മാറുക. അത് പരിശുദ്ധ അമ്മയാ, പുതിയ നിയമത്തിന്റെ സ്ത്രീയാ. അത്രമാത്രം ആന്തരികമായി മനസ്സ് കലുഷിതമായി, വല്ലാത്ത അസ്വസ്ഥതയും വല്ലാത്ത ഞെരുക്കവും, പിടിച്ചു നിൽക്കാൻ പോലും പറ്റും ഒരു അവസ്ഥ. ശരിക്കും അമ്മയുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ചാൽ അമ്മ കടന്നുപോയ ഒരു ആന്തരിക സംഘർഷം ഉണ്ടല്ലോ, ഒരു ആത്മീയ സംഘട്ടനം ഉണ്ടല്ലോ, അത് വിവരിക്കാവുന്നതിനപ്പുറം. അതിന്റെ നടുവിലും കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുന്ന അനുഭവത്തിൽ അമ്മ ഇപ്പൊ നിൽക്കുന്നത്. കേട്ട വാർത്ത അത്ര നമ്മൾ പറയും സന്തോഷത്തിന്റെ വാർത്ത എന്ന്, അമ്മ കേട്ടത് സങ്കടത്തിന്റെ വാർത്തയാണ്. അമ്മയെ സംബന്ധിച്ചിടത്തോളം നമുക്കാണ് സന്തോഷത്തിന്റെ വാർത്തയായത്, യേശുവിനെ കുറിച്ചുള്ള വാർത്തയായതുകൊണ്ട്. അമ്മയെ സംബന്ധിച്ചിടത്തോളം അത് അസന്തോഷത്തിന്റെ വാർത്തയായിരുന്നു. അത്ര കണ്ട് സന്തോഷം നൽകുന്ന ഒരു വാർത്തയല്ല ആ കാലഘട്ടത്തിൽ ഒരു സ്ത്രീക്ക് കിട്ടുന്ന വാർത്ത. എന്നിട്ടും അമ്മ എല്ലാം കുട്ടിക്കുടച്ചിട്ട് എല്ലാം കൊണ്ട് ഇങ്ങനെ മനസ്സുകൊണ്ട് അങ്ങോട്ട് ആലോചിച്ചും പിടിച്ചും ഭാരപ്പെട്ടും ചോദ്യ ഉത്തരങ്ങളൊക്കെ പോയിട്ട് അവസാനം അങ്ങോട്ട് പറഞ്ഞു, എൻ്റെ ഇഷ്ടമല്ല, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എന്നിൽ സംഭവിക്കട്ടെ. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ. പലതരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ. സ്വരം ഉയരട്ടെ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. മക്കളെ, നമുക്ക് വേണ്ടത് ഈ കാലഘട്ടത്തിൽ വേണ്ടത് പുതിയ നിയമത്തിന്റെ സ്ത്രീത്വമാണ്, പഴയ നിയമത്തിന്റെ അല്ല. അത് കാലഹരണപ്പെട്ടതാണ്. പുതിയ നിയമത്തിന്റെ സ്ത്രീത്വമാണ് നമുക്ക് വേണ്ടത്. പ്രശ്നങ്ങളുടെ നടുവിലും ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എന്നിൽ സംഭവിക്കട്ടെ എന്ന് പറയാൻ പറ്റുന്ന ആന്തരിക മനുഷ്യന് ശക്തി പ്രാപിച്ച സ്ത്രീത്വമാണ് നമുക്ക് വേണ്ടത്. ഉണ്ട്. അങ്ങനെയല്ല എങ്കിൽ പഴയ നിയമത്തിലാണ് ഇന്നും വസിക്കുന്നതെങ്കിൽ ഈ ആരാധനയ്ക്കൊക്കെ നന്നായിട്ട് പ്രാർത്ഥിക്കണം, കർത്താവേ എന്നെ പുതിയ നിയമത്തിന്റെ സ്ത്രീയാക്കി മാറ്റണമേ. ഹല്ലേലൂയാ. ശ്രമേരട്ടെ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോ ഇവിടെ റാഹേൽ പറഞ്ഞു, എന്നാ എനിക്കും മക്കളെ തരിക, അല്ലെങ്കിൽ ഞാൻ മരിക്കും. ഞാൻ മരിക്കും എന്നാണ്. ഇപ്പൊ യാക്കോബ് വല്ലാത്തൊരു പ്രതിസന്ധി നിൽക്കുക. യാക്കോബ് വല്ലാത്തൊരു പ്രതിസന്ധി നിൽക്കുന്നത്. അവൾ വന്ധ്യാണെന്ന് അറിയാം. യാക്കോബിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നല്ല യാക്കോബ് ചെയ്യുന്നുണ്ട്, ഒരു കുഞ്ഞിനെ കൊടുക്കാൻ. പക്ഷെ നടക്കുന്നില്ല, കാരണം യാക്കോബിന്റെ കയ്യിലുള്ള വിഷയം അല്ലാത്തത് കൊണ്ട്. അതുകൊണ്ട് യാക്കോബ് പറഞ്ഞൊരു കാര്യമാണ്. യാക്കോബ് കോപിച്ചിട്ട് അവളോട് പറഞ്ഞു, ഞാൻ ദൈവത്തിന്റെ സ്ഥാനത്താണോ? ഞാൻ
ഉറക്കെ പറ. എന്തോ? ഞാൻ ദൈവത്തിന്റെ സ്ഥാനത്താണോ? നിനക്ക് സന്താനങ്ങളെ നിഷേധിച്ചിരിക്കുന്നത് ഞാനാണോ? ഹല്ലേലൂയ. ഇത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. കാരണം യാക്കോബ് ചോദിക്കുക, ഞാൻ ദൈവത്തിന്റെ സ്ഥാനത്താണോ എന്ന് ഭർത്താവായ യാക്കോബ് റാഹേലിനോട് പറയുമ്പോൾ, റാഹേലിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ജീവിതം മുഴുവനും തൻ്റെ ഭർത്താവാണ്. ബാക്കി ആ ബന്ധത്തിൽ ഏറ്റവും ആഴമേറിയ ബന്ധം എന്ന് പറയുന്നത് ഭർത്താവുമായിട്ടുള്ള ബന്ധമാണ്, ദാമ്പത്യ ബന്ധമാണ്. അപ്പോൾ ഭർത്താവിനടുത്തല്ലാതെ റാഹേൽ തൻ്റെ വിഷമം ആരോടാ പറയുന്നത്? ആരോടും പറയാനില്ല അല്ലേ? റാഹേലിന് തൻ്റെ വിഷമം ആരോട് പറയാൻ പറ്റും? ഭർത്താവിനോടല്ലാതെ നാട്ടുകാരോട് പറയാൻ പറ്റും, അയലക്കാരനോട് പറയാൻ പറ്റും? ഒരു ഭാര്യയ്ക്കും ഒരു ഭർത്താവിനും തൻ്റെ സങ്കടങ്ങൾ പരസ്പരം പങ്കുവെക്കാനേ പറ്റുള്ളൂ. അങ്ങനെ പങ്കുവെക്കാതെ പോകുന്ന ബന്ധങ്ങളാണെങ്കിൽ ശ്രദ്ധിക്കണം, അത് വളരെ വളരെ ബുദ്ധിമുട്ടേറുന്ന ബന്ധമായിട്ട് മാറും. ദാമ്പത്യങ്ങളിൽ പ്രശ്നങ്ങളുണ്ടാകും. ആ പ്രശ്നങ്ങൾ പരസ്പരം പങ്കുവെക്കപ്പെടേണ്ട വിഷയങ്ങളാണ്. അങ്ങനെയാണ്, പരസ്പരം സഹായിക്കാനാണ് നിങ്ങളെ രണ്ടുപേരെ ദൈവം ഒരുമിച്ച് ചേർത്തത്. പരസ്പരം പങ്കുവെക്കാൻ, പരസ്പരം സ്നേഹിക്കാൻ, പരസ്പരം ക്ഷമിക്കാൻ, പരസ്പരം വിശുദ്ധിയിൽ വളർത്താൻ, പരസ്പരം വിശ്വാസത്തിൽ ആഴപ്പെടുത്താനൊക്കെയാണ് ദൈവം രണ്ടുപേരെ ഒരുമിച്ച് ചേർത്തത്. ഇനി ഭാര്യയ്ക്കൊരു പ്രശ്നം ഉണ്ടാകും, ഭാര്യ ഇത് ആദ്യം പറയേണ്ട ആരോടാ? ഭർത്താക്കന്മാരുടെ അടുത്ത് ചോദിക്കാം. ഭാര്യയ്ക്ക് ആദ്യം പ്രശ്നം ഉണ്ടാകുമ്പോൾ ആരോടാ പറയണ്ടേ? ആരോടാ പറയണ്ടേ? ആരും മിണ്ടുന്നില്ലേ? ഇങ്ങനെ മിണ്ടാതെ വീട്ടിലിരുന്നെങ്കിൽ പണ്ടേ പല പ്രശ്നങ്ങളും തീർന്നേനെ കേട്ടോ. പല പ്രശ്നങ്ങളും പണ്ടേ തീർന്നേനെ ഇങ്ങനെ നിങ്ങൾ നിശബ്ദരായിരുന്നെങ്കിൽ. ഭാര്യയ്ക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് ഭർത്താവിനോട് ആദ്യം പറയണ്ടേ? ഭർത്താവിനൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് ഭാര്യയോട് ആദ്യം പറയേണ്ടത്. ഇത് ഭാര്യയ്ക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആദ്യം പറയുന്നത് ഭാര്യ വീട്ടിലാണ്. ഭർത്താവിനൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഭർത്താവ് തൻ്റെ കൂട്ടുകാരനും നാട്ടുകാരനോടോ പറയുന്നത്. അതൊരു ദാമ്പത്യത്തിന് ചേർന്നതല്ല. ആ ദാമ്പത്യ ബന്ധത്തിൽ എന്തോ പ്രശ്നമുണ്ടെന്നുള്ളതാണ്. ഹല്ലേലൂയ. എനിക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഞാൻ ഏറ്റവും അടുത്ത ബന്ധത്തോടല്ലേ ഞാൻ എൻ്റെ പ്രശ്നം ഷെയർ ചെയ്യാറ്. എന്നെ മനസ്സിലാക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന, എന്നെ കരുതുന്ന, എന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു ബന്ധം തീർച്ചയായിട്ടും അത് ദാമ്പത്യ ബന്ധമാണ്. അപ്പോൾ ഒരു ഭാര്യ തൻ്റെ ഭർത്താവിനോടാണ്. അപ്പോൾ അങ്ങനെ പങ്കുവെക്കപ്പെടുന്നില്ലെങ്കിൽ അതിനർത്ഥം ഭർത്താവ് ഇതൊന്നും കേൾക്കാനും സമയമില്ല, ഭർത്താവിന് ഇതൊന്നും ശ്രദ്ധിക്കാൻ സമയമില്ലാത്തൊരു ഭർത്താവാണെന്നുള്ളതിനാണ് അതിനർത്ഥം. അല്ലെങ്കിൽ ഭർത്താവ് ഇതുവരെ ഭാര്യയോടൊന്നും പങ്കുവെക്കുന്നില്ലെങ്കിൽ ഭാര്യ കേൾക്കാൻ നിന്ന് കൊടുക്കാത്തവളാണെന്ന് അർത്ഥം കൂടിയുണ്ട്. ഹല്ലേലൂയ. കേൾക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്ലീസ്. ഒരു പകുതി മനസ്സിൻ്റെ ഭാരവും മനസ്സിന് സൗഖ്യം കിട്ടാനുള്ള ഏറ്റവും എളുപ്പവഴിയാണെന്ന് പറയുന്നത്, ഭാര്യ വിഷമിച്ചിരിക്കുമ്പോൾ, ഭർത്താവ് വിഷമിച്ചിരിക്കുമ്പോൾ, അവരെന്തെങ്കിലുമൊക്കെ വേദനയോടെ സങ്കടത്തോടെ പങ്കുവെക്കുമ്പോൾ ചുമ്മാ കേൾക്കുക. ഇന്ന് പലരുടെയും പരാതി എന്നാ? വേദന തന്നെ. എൻ്റെ വീട്ടിൽ കേൾക്കാൻ ആരുമില്ലെന്നാണ് പറയുന്നത്. എൻ്റെ വീട്ടിൽ ആരും കേൾക്കാനില്ല, എൻ്റെ വീട്ടിൽ ആരും മനസ്സിലാക്കാനില്ല. ഒരു 10 മിനിറ്റ് എന്നെ ഒന്ന് കേൾക്കാൻ എൻ്റെ ഭർത്താവ് തയ്യാറാകുന്നില്ല, ഭാര്യ തയ്യാറാകുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ കേൾക്കുന്നതിൽ ഇങ്ങനെ സമയം കൊടുക്കണം. നമുക്ക് പറയുന്നതിലാണ് തിടുക്കം. അതല്ല പ്രഭാഷകന്റെ പുസ്തകം പറയുന്നത്, പറയുന്നതിൽ തിടുക്കം കൂട്ടരുത്. നിങ്ങൾ കേൾക്കാൻ തയ്യാറാകുമ്പോൾ തന്നെ മക്കളെ കേൾക്കുക, ജീവിത പങ്കാളിയെ കേൾക്കുക, മാതാപിതാക്കളെ കേൾക്കുക. കേൾക്കാൻ തയ്യാറാകുമ്പോൾ തന്നെ കുറേ പ്രശ്നങ്ങൾ തീരും. ഹല്ലേലൂയ. അല്ലേ? നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കുടുംബത്തിൽ എത്ര പേരുണ്ട്? 4-5 പേരുണ്ട്. അവരെ കേൾക്കാൻ എളുപ്പം. ഞങ്ങളൊക്കെ സംബന്ധിച്ചിടത്തോളം എത്ര പേരെ കേട്ടാലോ ഈ പ്രശ്നങ്ങൾ തീരുന്നത്? നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് മരിക്കുന്നത് വരെ ആൾക്കാരെ കേൾക്കേണ്ടി വരും. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ കുടുംബത്തിലുള്ള ഭാര്യനെയും ഭർത്താവിനെയും 2 മക്കളാണെങ്കിൽ ഇത്രയും പേരെ കേൾക്കാൻ പോലും ഇന്ന് പല കുടുംബങ്ങളിൽ സമയമില്ല. കേൾക്കാൻ പോലും സമയമില്ല. ഈ സമയമില്ലാത്തതിൻ്റെ പേരിൽ എത്ര കുഞ്ഞുങ്ങൾ വഴിവിട്ട ജീവിതത്തിലേക്ക് പോയിട്ടുണ്ടെന്ന് അറിയാമോ? എന്നിട്ട് അവർ പറയുന്ന കാര്യമാണ്, ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളെ ആരും കേൾക്കാനില്ല. അപ്പൻ ജോലി വന്നു കഴിഞ്ഞാൽ അപ്പം പിന്നെ കമ്പ്യൂട്ടർ, TV, ന്യൂസ്, അന്തിച്ചർച്ച ഇതൊക്കെ ആയിട്ട് അപ്പൻ ഇരിക്കും. അമ്മ ജോലി കഴിഞ്ഞാൽ അമ്മ അടുക്കള പരിപാടിയും, പിന്നെ അമ്മയുടേതായ കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ട്, അവരൊക്കെ ആയിട്ട് ഫോൺ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും. ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രാവശ്യം സ്കൂൾ വിട്ട് വന്ന് അമ്മയുടെ വിഷമങ്ങളൊക്കെ പറയാൻ പോയ പങ്കുവെച്ച് അമ്മ പറയും, നീ പോയി വേറെ പണി, ഞാൻ തിരക്കാണെന്ന്. അങ്ങനെ 2-3 പ്രാവശ്യം പറഞ്ഞപ്പോൾ കുഞ്ഞിന് മനസ്സിലായി അമ്മയുടെ അടുത്ത് എന്നിട്ടൊരു കാര്യമില്ല, അമ്മ എപ്പോഴും തിരക്കാം, അപ്പനും തിരക്കാം. പിന്നെ ആരോടെ കുഞ്ഞിതൊക്കെ പറയുന്നേ? കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നിന്നൊരു സഹോദരി എന്നെ വിളിച്ച് പറഞ്ഞാണ്, അച്ഛാ 6 വയസ്സുള്ള പെങ്കൊച്ച്
6ാം ക്ലാസ്സിൽ പഠിക്കുന്നവൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നവൻ്റെ കൂടെ ഇറങ്ങിപ്പോയി. ഇവൾക്ക് വീട്ടിൽ ആരും കേൾക്കാനില്ലാത്തതുകൊണ്ടേ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യനോട് ഇറങ്ങിപ്പോയി. പിന്നെ പോയപ്പോൾ ഈ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെങ്കൊച്ചിന് അത്രയും വിവരം ഉണ്ടായിരുന്നുള്ളതാണ്. വീട്ടിലെ സ്വർണ്ണം എല്ലാം എടുത്തുകൊണ്ട് പോയി. ഞാൻ ഈ സാധനത്തിനൊക്കെ ഇത്രയും വിവരമൊക്കെ എവിടെ നിന്നാണ് കിട്ടുന്നതെന്നുള്ളതാണ്. ഈ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സാധനം വീട്ടിൽ നിന്ന് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോയപ്പോൾ ഈ വീട്ടിൽ ഈ കുഞ്ഞിനെ കരുതാനോ സ്നേഹിക്കാനോ അല്ലെങ്കിൽ അത് കിട്ടാൻ ചിലപ്പോൾ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം, നമുക്കറിയില്ല. പക്ഷെ പല കുടുംബങ്ങളിലും അടിസ്ഥാന കാരണം ഞാനീ പറയുന്നത്. പോയപ്പോൾ പിന്നെ സ്വർണ്ണമൊക്കെ ആയിട്ട് പോയി. കുഞ്ഞിന് ഭാവിയെക്കുറിച്ച് നല്ല ചിന്തയുള്ള കൊച്ചാണ്. അതുകൊണ്ട് സമയം കൊടുക്കണം നമ്മൾ. കുടുംബത്തിലെങ്കിലും നമ്മൾ സമയം, നാട്ടുകാർക്കും വീട്ടുകാർക്കും ആയാലും ചില വീട്ടിലൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന ചില ചേട്ടന്മാർക്ക് കൂട്ടുകാർക്ക് ഇഷ്ടം പടി സമയമുണ്ട് കൊടുക്കാൻ, വീട്ടുകാർക്ക് ഒരു സമയമില്ല. ഇറങ്ങി പോവും, വഴിവരെ പോവാ, എങ്ങോട്ടാ പോരാ, പിന്നെ രാത്രി ആകുമ്പോഴായിരിക്കും കയറി വരുന്നത്. ഭാര്യയും പിള്ളേരൊക്കെ ഇവിടെ താണ്ടെ അപ്പനെ കാത്തിരിക്കുക, പ്രാർത്ഥിക്കാൻ വേണ്ടി, ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടി. എന്നിട്ട് അവസാനം ഒരു 11 മണിയൊക്കെ വിളിച്ചു, അതെ നിങ്ങൾ കഴിച്ച് കിടന്നോ, ഞാൻ ഇച്ചിരി കൂടി ലേറ്റ് ആവും. ഇതാണ് പറയുന്നത്. നിങ്ങളെ കഴിച്ച് വാതിലൊക്കെ അടച്ച് കിടന്നോ, ഞാൻ വരുമ്പോൾ വിളിച്ചോളാം. ഒരു കുടുംബത്തിൽ നമുക്ക് ആശയവിനിമയം ഉണ്ടാകണം. അതായത് സംസാരിക്കാനും കേൾക്കാനുള്ള ആ ഒരു അന്തരീക്ഷം നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ രൂപപ്പെടുത്തിയെടുക്കണം. അല്ലെങ്കിൽ വല്ലാത്ത ഡേഞ്ചറാണ്. വരുന്ന കാലഘട്ടമൊക്കെ ഇപ്പോൾ ഈ മൊബൈലും എല്ലാവരുടെയും കയ്യിലും മൊബൈൽ വന്നതുകൊണ്ടും ഈ കൊറോണ ഒക്കെ വന്നപ്പോൾ എല്ലാവരുടെയും കയ്യിലും മൊബൈൽ ആയതുകൊണ്ടും എല്ലാവരും ഓരോരോ കോണുകളിലേക്ക് ഒതുങ്ങുക. ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോൾ പോലും എല്ലാവരും മൊബൈലിലാണ് നോക്കിയിരിക്കുന്നത്, പരസ്പരം മിണ്ടുന്ന പോലുമില്ല. കാര്യം ഞങ്ങളുടെ പ്രത്യേകം പറഞ്ഞേക്കുന്ന ഒരു കാര്യമാണ്, ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ നിങ്ങളുടെ മൊബൈൽ ഉണ്ടെങ്കിൽ പോക്കലിട്ടോണോ, അല്ലെങ്കിൽ മുറി വെച്ചേക്കണം. നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുക, നമ്മൾ വർത്തമാനം പറയാനിരിക്കുന്നത് എല്ലാവരും ഒരുമിച്ച് കൂടി സംസാരിക്കുന്ന സമയമാണ്. ആ സമയത്ത് ചിലപ്പോൾ പലരും വിളിക്കും, ഒഫീഷ്യലായിരിക്കും, ചിലപ്പോൾ അച്ഛനായിരിക്കും വിളിക്കുന്ന, കന്യാസ്ത്രീ ആയിരിക്കും വിളിക്കുന്നത്, ചിലപ്പോൾ മെത്രാനായിരിക്കും വിളിക്കുന്ന ഒരു കാര്യത്തിന്. ശരിയാണ്, പക്ഷേ ഇത് നമ്മുടെ സമയമാണ്. നമ്മൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, നമ്മൾ ഒരുമിച്ചിരുന്ന് സംസാരിക്കുകയും സംവദിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. നമ്മുടെ ഫാമിലി ബോണ്ട് വർദ്ധിപ്പിക്കുന്ന സമയമാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയം. അപ്പോൾ നമ്മൾ അരമണിക്കൂറോ 3/4 മണിക്കൂറോ ഒക്കെ ഞങ്ങൾ ചില സമയത്ത് 1 മണിക്കൂറൊക്കെ ഇരുന്ന് ഭക്ഷണം 10 മിനിറ്റ് കഴിയും. പക്ഷേ ഇരുന്നിങ്ങനെ വർത്തമാനം പറയും, പല കാര്യങ്ങളും സംസാരിക്കും, ചിരിക്കും, കൈയടിക്കും. ഒരു കമ്മ്യൂണിറ്റി, നിങ്ങളുടെ ദാമ്പത്യ കുടുംബത്തിൽ അനുഭവിക്കുന്ന ആ ഒരു സന്തോഷം, ഞങ്ങളുടെ കുടുംബം എന്ന് പറയുന്നത് ഞങ്ങളിങ്ങനെ ഒരുമിച്ച് കൂടുന്ന സമയമാണ്. കാര്യം പ്രത്യേകം പറഞ്ഞത്, ആ സമയത്ത് നിങ്ങൾ ഫോൺ വന്ന് എടുക്കാൻ പോയേക്കരുത്. കോള് വന്നോട്ടെ, അവിടെ വെച്ച് കഴിഞ്ഞിട്ട് തിരിച്ചു വിളിക്കുക. എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ആ കുടുംബത്തിൻ്റെതായ സന്തോഷം പങ്കുവെക്കുമ്പോൾ നമ്മൾ അതിൽ നിന്നും മാറിപ്പോകരുത്. ശ്രദ്ധിക്കേണ്ട വിഷയമാണ്, നമ്മുടെ മക്കളുടെ അടുത്തൊക്കെ പറയേണ്ട കാര്യമാണ്. എനിക്കറിയാം, ഒരു വീട്ടിൽ അവർ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ, ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ, ആ മുറിയിലേക്ക് വരുമ്പോൾ ആ മുറിയുടെ സൈഡിൽ തന്നെ ഒരു ബാഗ് തൂക്കിയിട്ടിട്ടുണ്ട്. എന്തിനാണെന്നറിയാമോ? കയറി ഇങ്ങോട്ട് വരുമ്പോഴേ മൊബൈൽ കൊണ്ടുപോയിട്ട് ഇവിടെ ഇട്ടിട്ടെ ഭക്ഷണ മേശപ്പുറത്തിരിക്കാവും. പ്രാർത്ഥിക്കാൻ വരുമ്പോൾ അത് അവിടെ ഇട്ടിട്ടെ പ്രാർത്ഥിക്കാനിരിക്കാം. തിരിച്ചു പോകുമ്പോൾ എടുത്തുകൊണ്ട് പോകും. നമ്മൾ ധ്യാനത്തിനൊക്കെ വരുമ്പോൾ മൊബൈൽ മേടിച്ച് വെക്കില്ലേ എന്ന് പറയുന്ന പോലെ ധ്യാനം കഴിഞ്ഞ് പോകുമ്പോൾ കൊണ്ടുപോക്കോ. നിങ്ങൾ പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും ഒരു ചെറിയൊരു ബാഗ് മേടിച്ചിട്ട് പോക്കോ. നിങ്ങളുടെ വീട്ടിലായിട്ട് നിങ്ങൾ വീട്ടിൽ ഭക്ഷണം കഴിക്കുന്നിടത്തോ അല്ലെങ്കിൽ സന്ധ്യാപ്രാർത്ഥന അതിൻ്റെ എവിടെയെങ്കിലും കുത്തി വെച്ചിട്ട് എഴുതി വയ്ക്കുക. എന്നിട്ട് ഇത് ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ ഡിപ്പോസിറ്റ്, പ്രാർത്ഥിക്കാൻ വരുമ്പോൾ ഇനി പ്രാർത്ഥനയുടെ സമയത്ത് വരെ എഴുന്നേറ്റ് പോകുന്നവരുണ്ടെന്ന്. സന്ധ്യാപ്രാർത്ഥനയുടെ സമയം, എന്തിന് വിശുദ്ധ കുർബാനയുടെ സമയത്ത് വരെ ഈ മൊബൈലിൽ കോൾ വരുമ്പോൾ എടുത്തുകൊണ്ട് പോകുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. കാണണമെങ്കിൽ നിങ്ങൾക്ക് സംശയമുണ്ടോ? കാണണോ? 11 മണിയാകുമ്പോൾ മാന്നാനത്തെ ഒന്ന് പുറകെ നിന്നാൽ മതി. ഞാൻ അവിടെയാണ് കുമ്പസാരിക്കാൻ എല്ലാ മാസവും പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ എനിക്ക് കാണാൻ പറ്റും. രാവിലെ പോയാൽ വൈകിട്ടാണ് വരുന്നത്. ഇതിനിടയിൽ 2 കുർബാനയുണ്ട്. 11 മണിക്ക് കൊണ്ടാൽ വൈകിട്ട് 4 മണിക്ക് അവിടെ കുർബാനയുണ്ട്. അവിടെ വെറുതെ പോയി നിന്നാൽ മതി. പുറകിലിരിക്കുന്നവന്മാർ ഒന്ന് പറമ്പിലോട്ട് നോക്കിയായിരിക്കുന്നത്, അവർ ആർപ്പൂക്കര മുഴുവൻ നോക്കിയായിരിക്കുന്നത്, അങ്ങോട്ട് തിരിഞ്ഞല്ല ഇരിക്കുന്നത്. ബലി അവിടെ നടക്കുവാണ്, അവൻ തിരിഞ്ഞായിരിക്കുന്നത്. ഇതിനിടയ്ക്ക് കോളൊക്കെ വരുമ്പോൾ പുള്ളി കോളായിട്ട് പുറത്തേക്ക് ഇറങ്ങി ഒക്കെ പറഞ്ഞിട്ട് ആണ്ടെ പോരുവാ വിശുദ്ധ കുർബാനയുടെ സമയത്ത്. അപ്പോൾ പിന്നെ അവൻ സന്ധ്യാപ്രാർത്ഥനയുടെ സമയത്ത് അവൻ്റെ കയ്യിൽ മൊബൈൽ ഉണ്ടെങ്കിൽ അവൻ തോണ്ടാതിരിക്കുമോ? ഇരിക്കുകയല്ല. ഇതൊരു ബോധറേഷനായിട്ട് മാറും. സമയം ഇത് വരുമോ, ആരെങ്കിലും വിളിക്കോ, ആരെങ്കിലും മെസ്സേജ് ചെയ്യോ, ദുരിതം. നമ്മുടെ കുടുംബ ബന്ധത്തിൽ സംസാരിക്കാനും പങ്കുവെക്കാനും കേൾക്കാനുമുള്ള അന്തരീക്ഷം നമ്മൾ തന്നെ സൃഷ്ടിക്കണം. വേറെ ആരും അത് ഉണ്ടാക്കി തരികയല്ല. ഹല്ലേലൂയ. നാട്ടുകാരൊന്നും നമ്മുടെ വീട്ടിൽ അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്ത് തരുമൊന്നുമില്ല. പുറമേ നിന്ന് ഒരാളെ വിളിച്ച് ഇന്റീരിയർ ഡിസൈൻ ചെയ്യുന്ന പോലെ ഒന്നും നമ്മുടെ കുടുംബത്തെ ഇന്റീരിയർ ഡിസൈൻ ചെയ്യാൻ പറ്റില്ല. ദാമ്പത്യ ബന്ധത്തെ, കുടുംബ ബന്ധത്തെ
നാട്ടുകാരെ വിളിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന മണിമാളിക ഇന്റീരിയർ ഡിസൈനൊക്കെ ചെയ്ത് നല്ല അടിപൊളിയാക്കി ലൈറ്റൊക്കെ ഇട്ട് ടച്ച് ചെയ്ത് ഫാനൊക്കെ കറങ്ങും, വരുമ്പോൾ കയറുമ്പോൾ ലൈറ്റ് തെളി, ഇതെല്ലാം ചെയ്യാൻ പറ്റും, അതൊക്കെ ഡിസൈൻ ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മുടെ കുടുംബ ബന്ധങ്ങളെ ഡിസൈൻ ചെയ്യണമെങ്കിൽ നമ്മൾ കുടുംബമായിട്ടിരുന്ന് തീരുമാനമെടുക്കണം, ആലോചിച്ച് തീരുമാനമെടുക്കണം. കുടുംബമായിട്ടിരുന്നിട്ട് നമ്മുടെ കുടുംബത്തിൽ സംസാരിക്കാനും ആശയവിനിമയം നടത്താനും ചിരിക്കാനും കളിക്കാനും പ്രാർത്ഥിക്കാനൊക്കെയുള്ള ഒരു അന്തരീക്ഷം നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാക്കാന്നുള്ളത് നമ്മുടെ തീരുമാനമാണ്. അതിന് നമ്മൾ ഒരുമിച്ചിരുന്ന് ആലോചിച്ച് തീരുമാനമെടുക്കണം, അതുണ്ടാകണം. ഒത്തിരിയേറെ പ്രതിസന്ധികൾ, ഒത്തിരിയേറെ പ്രശ്നങ്ങളും മാറും. കാരണം എന്താ, ഒരു പ്രശ്നം വരുമ്പോൾ കുടുംബം ഒറ്റയ്ക്കല്ല ഇങ്ങനെ ഒരുമിച്ചാണ് നിൽക്കുന്നത്. കാരണം ഒരു പ്രശ്നം കുടുംബത്തിന്റെ മുഴുവൻ പ്രശ്നമാണ്. ഇതിപ്പോ എങ്ങനെയാണെന്നറിയാവോ, ഭർത്താവ് ബിസിനസ് ചെയ്യുന്നു, ഭർത്താവ് ജോലിക്ക് പോകുന്നു, പുള്ളി വീട്ടിൽ പോലും ആരും അറിയുന്നില്ല എന്തൊക്കെ നടക്കുന്നതെന്ന്. പുള്ളി കോടിക്കണക്കിന് രൂപ ബിസിനസ്. എനിക്കറിയില്ല ആ സഹോദരിന് തിരിപ്പുണ്ടോ ഇല്ലേ എന്ന്. കഴിഞ്ഞ ദിവസം എന്നെ കാണാൻ വന്നത് ഭർത്താവ് 1 കോടി രൂപയാണ് നഷ്ടം വരുത്തിയത്. 1 കോടി രൂപ ബിസിനസ് നടത്തിയതാണ്. വിദേശത്തുനിന്ന് പണിയെടുക്കുന്ന എല്ലാം ഇങ്ങനെ അയച്ച് കൊടുത്ത് നാട്ടിൽ വന്നപ്പോഴാണ് ഇപ്പൊ 1 കോടി രൂപ പുള്ളി എല്ലായിടത്തുനിന്നും മേടിക്കുന്നുണ്ട്, എല്ലാവരുടെയും നിന്നും മേടിക്കുന്നുണ്ട്. ഇതെങ്ങോട്ട് പോകുന്നറിയില്ല. ബിസിനസ്സാണ്. ഭാര്യ അധ്വാനിച്ച് 1 കോടി രൂപയാണ് കഴിഞ്ഞ 2-3 വർഷമായിട്ട് വിദേശത്ത് കിടന്ന് പണിയെടുത്ത് ഏതാണ്ട് തീരാറായി. ഇനിയുണ്ട് കുറച്ച് ബാക്കി. ആ പുള്ളിക്കാരത്തിയുടെ നല്ല മനസ്സുകൊണ്ട് പുള്ളിക്കാരത്തി ഇപ്പോഴും ആ പുള്ളിയുടെ കൂടെ ജീവിച്ചിരിക്കുന്നു, അത്രേ ഉള്ളൂ. ഒന്നും പറയാലോ. പുള്ളിക്കാരൻ എന്താ വെച്ചാ ഞങ്ങൾ ഇപ്പോഴും ചോദിച്ച് ഇനി എത്ര ലക്ഷം രൂപ ബാക്കിയുണ്ട് പറ, മിണ്ടുകയല്ല. നാട്ടുകാർ വരുമ്പോഴാണ് അറിയുന്നത്. വീട്ടിൽ ഇത്ര ലക്ഷം എന്ന് പറഞ്ഞ് ഓരോരുത്തർ വീട്ടിൽ വരുമ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്. എൻ്റെ അച്ഛൻ ഞാൻ അധ്വാനിക്കുന്നേ, എന്നാ പിന്നെ എന്നോടത്തെങ്കിലും ഒന്നും പറയത്തില്ല ഇത് എന്തിനാണ് ചെലവഴിക്കുന്നതെന്ന്. എത്ര വർഷം ഞാൻ വിദേശത്ത് കിടന്ന് പണിയെടുക്കുന്നതെന്ന് അറിയാവോ, മക്കൾക്ക് വേണ്ടി. പിന്നെ മക്കളുടെ പഠനം കാര്യങ്ങൾക്കൊക്കെ കാശില്ല. ഇതെല്ലാം ഉണ്ടെന്ന് വിചാരിച്ചു ഇതെല്ലാം ഇങ്ങനെ ഭർത്താവിന്റെ അക്കൗണ്ടിലേക്കാണ് ഇതെല്ലാം പോകുന്നത്. പുള്ളിക്കാരത്തി വേറെ സെപ്പറേറ്റ് അക്കൗണ്ടിലെല്ലാം ഭർത്താവിന്റെ അക്കൗണ്ടിലേക്കാണ് അയച്ചുകൊണ്ടിരുന്നത്. ഭർത്താവ് വിശ്വസിച്ചു. ബിസിനസ്സാണ് പുള്ളി. 1 കോടി രൂപയിലധികം ബാധ്യതയാണ് പുള്ളിക്കാരൻ ഉണ്ടാക്കിയത്. ബിസിനസ് നടത്തി. അതും ഈ പുള്ളിക്കാരത്തിയാണ് വീട്ടിയത്. അപ്പൊ മൊത്തം 2 കോടി രൂപ പുള്ളിക്കാരത്തിയുടെ പോക്കറ്റിൽ നിന്നാണ്. പുള്ളിക്കാരത്തിയുടെ കഴിഞ്ഞ വർഷങ്ങളുടെ മുഴുവൻ അധ്വാനമാണ് പോയത്. അറിയുന്നില്ല, ഭാര്യ അറിയുന്നില്ല, മക്കൾ അറിയുന്നില്ല ഭർത്താവ് ചെയ്യുന്ന കാര്യങ്ങൾ. പല കുടുംബങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. കോട്ടയത്ത് വലിയ കുടുംബത്തിലുള്ള ഒരു സഹോദരി എന്നെ കാണാൻ വന്നത്. കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയും വരുമാനം എല്ലാം ഉള്ള കുടുംബം. പുള്ളിക്കാരത്തി വന്നിട്ട് പറഞ്ഞു, അച്ഛാ ഒരു ദിവസം വീട്ടിൽ 10-25 ലക്ഷം രൂപയുടെ ഇന്നോവ ക്രിസ്റ്റ അല്ലേ, അതിറങ്ങിയ സമയത്ത് ഈ സാധനം വീട്ടുമുറ്റത്ത് വന്നപ്പോൾ ഇത് ആരാണെന്ന് അറിയാൻ വേണ്ടി ചെന്ന് നോക്കിയപ്പോ ചേട്ടനാ, ആര് ഭർത്താവാ ഇതിന്ന് ഇറങ്ങി വരുന്നത്. അപ്പൊ ഇത് ആരുടെയാ? അപ്പൊ പുള്ളിക്കാരത്തി വിചാരിച്ചു ആരുടെയോ റൈഡ് എടുക്കാനൊക്കെ ആയിട്ട് കൊണ്ടുവന്നായിരിക്കും എന്ന് വിചാരിച്ചു. ഇത് നമ്മുടെയോ? ഇതിന്റെ ഒരു വാഹനം എടുക്കുന്നത് ചുമ്മാ ഷോറൂമിൽ പോയിട്ട് നമുക്ക് വാഹനം എടുത്തുകൊണ്ട് വരാൻ പറ്റിയല്ലോ. എത്ര നാളുടെ ആലോചനയും പരിപാടിയും. അത് ബുക്ക് ചെയ്യണം, മുൻകൂട്ടി ബുക്ക് ചെയ്യണം, ചിലപ്പോൾ 2-3 മാസമൊക്കെ ഇപ്പൊ വെയിറ്റ് ചെയ്യണം. പുള്ളി വണ്ടിയായിട്ട് വീട്ടിൽ വന്നതാ. നമ്മുടെ എത്രയും അത് 10-27 ലക്ഷം രൂപയെ പറഞ്ഞില്ലോ. പിന്നെ ഇതെല്ലാം നിന്റെ അടുത്ത് പറയേണ്ട കാര്യമുണ്ടോ? 27 ലക്ഷം രൂപയുടെ വണ്ടി വീട്ടുമുറ്റത്ത് വന്നപ്പോൾ പുള്ളിക്കാരത്തി ഭാര്യ പറയാണ്, ഡച്ചാ ഒരു വാക്ക് പറയാലോ. എന്നിട്ട് പുള്ളിക്കാരത്തി കൂട്ടിച്ചേർത്തൊരു കാര്യമാണെന്ന് അറിയാമോ, പുള്ളിക്ക് ഒരു ഭാര്യയല്ല വേണ്ടത്, പുള്ളിക്ക് ഒരു വേലക്കാരിയെ വേണ്ടത്. ഞാൻ പുള്ളിക്കാരൻ്റെ വേലക്കാരിയെ അച്ഛാ. പുള്ളിയുടെ തുണി അലക്കി കൊടുക്കാൻ, വരുമ്പോൾ ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കാൻ, കൂടെ കിടക്കാൻ, പുള്ളിക്ക് ഇത് മതി. ഇന്ന് വരെ ഒരു കാര്യവും പുള്ളി വീട്ടിൽ നമ്മളൊന്നും അറിയുന്നില്ല അച്ഛാ. വേലക്കാരെ പോലെ വീട്ടിൽ കഴിയുന്നത്. പുള്ളിയുടെ ഇഷ്ടത്തിന് തീരുമാനം എടുക്കും. പുള്ളിയുടേതായ പരിപാടികളെല്ലാം തീരുമാനമെടുക്കും. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയൊക്കെ പുള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും ചെലവഴിക്കും. എന്നൊരു വാക്ക് പറയാലോ? ഒന്നും പറയാലോ. ഞങ്ങൾ ആരും പുള്ളി ചെയ്യുന്ന കാര്യങ്ങളിൽ ഒന്നും ഇടപെടാൻ പോകുന്നില്ല, വേണ്ടെന്ന് പറയാൻ പോകുന്നില്ല. പക്ഷെ കുടുംബമാണല്ലോ, 2 മക്കളുണ്ടല്ലോ, അവർ വലുതായില്ലേ, ഇത്രയും വലുതായ പിള്ളേരുണ്ടല്ലോ, അവരുടെ അടുത്തെങ്കിലും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാലോ. ഒന്നുമില്ല, ഇവരൊന്നിനും അടുപ്പിക്കൂല, ഒന്നും പറയൂല. ഒരൊറ്റയാൻ പോലെ പോയിക്കൊണ്ടിരിക്കുക. അത് കുടുംബമാണ്. ഇത് അപകടകരമായൊരു പ്രവണതയാണ്. കുടുംബത്തിൽ അപകടകരമായൊരു പ്രവണതയാണ്. അവിടെ ഒരു പ്രശ്നം ഉണ്ടായാലുണ്ടല്ലോ, ഈ ഭാര്യയും മക്കളും ആ ഭർത്താവിൻ്റെ കൂടെ നിൽക്കുകയല്ല. ഹല്ലേലൂയ. ഒരു പ്രശ്നം ഭർത്താവിന് ഉണ്ടാകാം, ബിസിനസ് തകരാം, പ്രശ്നങ്ങൾ വരാം. ഭാര്യ എന്നായിരിക്കും പറയുന്നതെന്ന് അറിയാവോ? നിങ്ങളായിട്ട് ഉണ്ടാക്കിയതല്ലേ, നിങ്ങളായിട്ട് വരുത്തി വെച്ചതല്ലേ, ഞങ്ങളാരും അറിഞ്ഞിട്ടല്ലല്ലോ, ഒരു വാക്ക് പറഞ്ഞിട്ടില്ലല്ലോ. അതായിരിക്കും പറയാൻ പോകുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇത് ഈ കൺവെൻഷനോടുകൂടി നിങ്ങൾ തിരിച്ചെല്ലും എടുക്കേണ്ട ഒരു തീരുമാനമാണ്.
എൻ്റെ വീട്ടിൽ കുടുംബാംഗങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് കുറച്ചു നേരം വർത്താനം പറഞ്ഞ് ചിരിക്കാനെങ്കിലുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കുക. ചിലവർ ഒരുമിച്ച് കൂടുന്ന എപ്പോഴാണെന്നറിയും, വെള്ളം അടിക്കാൻ മാത്രം. വീട്ടിൽ, സ്വന്തം വീട്ടിൽ വെള്ളം അടിക്കാനായിട്ട് എല്ലാത്തിനും വിളിച്ചു കൂട്ടിയിരുന്ന് വെള്ളം അടിക്കുന്നവരുണ്ട്. ഒന്ന് സംസാരിക്കാൻ, കേൾക്കാൻ, പറയാൻ, ശ്രവിക്കാൻ ഒക്കെ ഉള്ള ഒരു അന്തരീക്ഷം നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാക്കണം നമ്മൾ. അതിന് നിങ്ങൾ ഒരുമിച്ചിരുന്ന് പ്ലാൻ ചെയ്ത് എപ്പോഴാണ്, എങ്ങനെയാണ്, ഏത് രീതിയിലാണ്, എങ്ങനെയൊക്കെ നടക്കുമെന്ന് ഒരു കുടുംബത്തിൻ്റെ തീരുമാനമാണ്. അത് പുറമേ നിന്ന് ആർക്കും ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നൊരു വിഷയമല്ല അത്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഇൻറ്റീരിയർ ഡിസൈനിങ് നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളിൽ സംഭവിക്കേണ്ട ഡിസൈനിങ് ആണ്. എങ്കിലേ ബന്ധങ്ങൾ വളരുകയുള്ളൂ. ഹല്ലേലൂയ. സർവ്വത്ത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി തീർന്നില്ല, നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ യാക്കോബ് പറഞ്ഞു, എന്നാ പറഞ്ഞു? ഞാൻ ദൈവത്തിൻ്റെ സ്ഥാനത്താണോ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമാക്കുന്നത് അറിയാമോ? മനുഷ്യർക്ക് അസാധ്യമായ പലതും ഈ ലോകത്തുണ്ട്. ദൈവത്തിന് മാത്രം നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന വിഷയങ്ങളുണ്ട്. ഇത് മനുഷ്യന് പറ്റില്ല, മനുഷ്യൻ നടക്കുന്ന കാര്യമല്ല. മാനുഷികമായിട്ട് നമുക്ക് പരിമിതികളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മാനുഷികമായിട്ട് നമുക്ക് പരിമിതികളുണ്ട്. അതുകൊണ്ടാണല്ലോ യാക്കോബ് ഞാൻ ദൈവത്തിൻ്റെ സ്ഥാനത്താണ്, എനിക്ക് പരിധിയില്ലേ, പരിമിതികളില്ലേ, നിനക്കൊരു കുഞ്ഞിനെ തരണമെന്ന് ആഗ്രഹമില്ലാഞ്ഞോ? പക്ഷെ എൻ്റെ പരിധിക്കുള്ളിലുള്ളതല്ല വിഷയം. നമ്മുടെ കുടുംബത്തിൻ്റെ പരിധിക്കുള്ളിലും മാനുഷികമായ ചിന്തയുടെയും അധ്വാനത്തിൻ്റെയും ആലോചനയും പരിധിയിൽ വരുന്ന വിഷയങ്ങളുണ്ട്. ഈ പരിധിക്കപ്പുറം പോകുന്ന വിഷയങ്ങളുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കണം. അങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മൾ അതിൽ കിടന്ന് തല്ലി ചതച്ച് അസ്വസ്ഥപ്പെടുകയല്ല ചെയ്യേണ്ടത്. അത് കർത്താവിന് കൊടുക്കുക, പ്രാർത്ഥനയിൽ ദൈവത്തിന് സമർപ്പിക്കുക. അത് ദൈവം ചെയ്യേണ്ട വിഷയമാണ്, ദൈവം പ്രവർത്തിക്കേണ്ട വിഷയമാണ്, ദൈവം ഇടപെടേണ്ട വിഷയമാണ്. ദൈവത്തിന് കൊടുക്കാന്നുള്ളൂ. ഹല്ലേലൂയ. നമ്മളിപ്പോൾ കേട്ട ആ കുഞ്ഞിൻ്റെ സാക്ഷ്യം, 3 മാസം പ്രായമുള്ളപ്പോൾ അല്ലേ, ആ കുഞ്ഞിൻ്റെ ചെറുകുടലും വൻകുടലായിട്ട് കുട്ടിക്കുഴഞ്ഞിട്ട് വയറ്റിൽ നിന്ന് പോകാത്തൊരവസ്ഥയിൽ, മലം വയറ്റിൽ ഇങ്ങനെ കെട്ടിക്കിടക്കുന്നൊരവസ്ഥ വന്നു. അതൊക്കെ അങ്ങോട്ട് ദ്രവിക്കുന്നൊരവസ്ഥയിൽ ഓരോ ഓപ്പറേഷൻ ചെയ്തിട്ട് അത് സക്സസ് ആയില്ല. 3 മാസം. രണ്ടാമതൊരു ഡോക്ടറിന് പോലും പ്രതീക്ഷയില്ല. മാനുഷികമായിട്ട് ആ ഡോക്ടർ എന്നെ ഓപ്പറേറ്റ് ചെയ്ത് ശരിയാക്കണമെന്ന് പറഞ്ഞ് അവിടെ ബഹളം വെക്കാൻ പറ്റുമോ? നടക്കില്ല. അത് ദൈവം ഇടപെടേണ്ട വിഷയമാണ്. മനുഷ്യന്റെ കഴിവും അധ്വാനവും പരാജയപ്പെടുന്നിടത്തും ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റും. ഹല്ലേലൂയ. ദൈവത്തിന് ഇടപെടാൻ പറ്റും. അതാണ് അങ്ങനെയുള്ള ഒരു പരിധി വിട്ടു നിൽക്കുന്ന അനുഭവങ്ങളിൽ നമ്മൾ വല്ലാതെ കണ്ട് ആകുലരാകുകയോ അസ്വസ്ഥരാകുകയോ ഭാരപ്പെടുകയോ സങ്കടപ്പെടുകയോ ചെയ്താലും ഈ പ്രശ്നം മാറാൻ പോകുന്നില്ല. അതിന് പകരം ഈ പ്രശ്നത്തിനുള്ള ഇനി ഏക പരിഹാര മാർഗം ദൈവത്തിൽ ഈ പ്രശ്നത്തെ കൊടുക്കുകയാണെന്നും പ്രാർത്ഥനയിൽ ഇത് സമർപ്പിക്കുകയാണെന്നും മനസ്സിലാക്കി ആ വിഷയത്തെ പ്രാർത്ഥനയിൽ സമർപ്പിച്ച് ദൈവകരങ്ങളിൽ കൊടുത്ത് പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിച്ച് ഈ വിഷയത്തിൽ എൻ്റെ കർത്താവ് ഇടപെടുമെന്ന് വിശ്വസിക്കുന്നിടത്ത് ദൈവത്തിന് ഇടപെടാനും പറ്റും. അങ്ങനെയുള്ള ചില വിഷയങ്ങൾ മനുഷ്യന്റെ പരിധിക്കുള്ളിലുള്ളതല്ല. അതുകൊണ്ടാണ് യാക്കോബ് പറഞ്ഞു ഞാൻ ദൈവത്തിന്റെ സ്ഥാനത്താണ്. നീ എന്തീ പറയുന്നത്? ഇതെനിക്ക് പറ്റുന്ന കാര്യമാണോ നീ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? നീ ചോദിക്കും മക്കളെ തരാനായിട്ട് ഇതെന്റെ കൈവശമുള്ളതാണോ? ഹല്ലേലൂയ. അതുകൊണ്ട് ചില വിഷയങ്ങളിൽ വരുമ്പോൾ നമ്മൾ കടന്ന് അങ്ങോട്ട് അത് പരിഹരിക്കാൻ പരിശ്രമിക്കരുത്. പല കുടുംബങ്ങളിൽ പ്രശ്നം നടക്കുന്നതെന്ന് വെച്ചാൽ എല്ലാ പ്രശ്നങ്ങളും സ്വയം പരിഹരിക്കാൻ ഇങ്ങനെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. എല്ലാ പ്രശ്നങ്ങളും സ്വയം പരിഹരിക്കപ്പെടുന്നതല്ല. കാരണം നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ടാകും. ഹല്ലേലൂയ. നമുക്കൊക്കെ പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരും. ഇന്നില്ലെങ്കിൽ നാളെ വരും, ഇല്ലെങ്കിൽ മറ്റന്നാൾ വരും. നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത പല പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരും. അങ്ങനെ പരിഹരിക്കാൻ പറ്റാത്തൊരു പ്രശ്നമായിരുന്നു ഇവരെ സംബന്ധിച്ച്. കാരണം അവൾ വന്ധ്യയായിരുന്നു, കുഞ്ഞുങ്ങളുണ്ടാകാത്തൊരവസ്ഥയിലാണ് റാഹേൽ. അതുകൊണ്ട് യാക്കോബ് പറഞ്ഞു ഇതെൻ്റെ പരിധിയിലുള്ളതല്ല, ഇത് കർത്താവിൻ്റെ പരിധിയിലുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ സ്ഥാനത്തല്ലല്ലോ. അത് കഴിഞ്ഞപ്പോൾ റാഹേൽ എന്ത് ചെയ്തു? റാഹേൽ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം എങ്ങനെ പറയുന്നത്? നിങ്ങൾ 30-ാം അധ്യായം അതിൻ്റെ 22-ഉം 21-ഉം വചനം ഒന്ന് വായിച്ചേ. 30-ന്റെ 22-ഉം 23-ഉം. ദൈവം റാഹേലിനെ സ്മരിച്ചു, ഓർത്തു. അവിടുന്ന് അവളുടെ പ്രാർത്ഥന കേൾക്കുകയും. കണ്ടോ? അപ്പൊ ഈ വിഷയം യാക്കോബ് ദേഷ്യപ്പെട്ട് കഴിഞ്ഞപ്പോഴാന്ന് തോന്നുന്നു ആ വിഷയം അവൾക്ക് പിന്നെ പ്രാർത്ഥനയുടെ വിഷയമായിട്ട് മാറി. പ്രാർത്ഥനയുടെ വിഷയമായി. അപ്പോൾ വചനം പറയാണ്
അവിടുന്ന് അവളുടെ പ്രാർത്ഥന കേൾക്കുകയും അവളുടെ വന്ധ്യത്വം അവസാനിപ്പിക്കുകയും ചെയ്തു. അവൾ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു. അവൾ പറഞ്ഞു, എൻ്റെ അപമാനം ദൈവം നീക്കിക്കളഞ്ഞിരിക്കുന്നു. കർത്താവ് എനിക്കൊരു പുത്രനെ കൂടി തരട്ടെ എന്ന് പറഞ്ഞ് അവൾ അവന് ജോസഫ് എന്ന് പേരിട്ടു. ഹല്ലേലൂയ. ഇതിനു മുമ്പ് ഈ പ്രശ്നത്തിൽ തന്നെയാണ് അവൾ യാക്കോബിന്റെ അടുത്ത് ബഹളം വെച്ചിട്ട്, ഞാൻ ചാകാൻ പോവാണ്, നിങ്ങൾ എനിക്ക് മക്കളെത്താ ഇല്ലേ, ഞാനിപ്പോ പോയി ചാകും എന്ന് പറഞ്ഞ് അവള് ഇതാ ആ വിഷയം കർത്താവിന് കൊടുത്തു. യാക്കോബ് പറഞ്ഞത് എന്റെ പരിധിയിലുള്ളതല്ല, എന്റെ വിഷയമല്ല ഇത്. ഞാൻ ദൈവമല്ലല്ലോ നിനക്ക് കുഞ്ഞിനെ തരാൻ. ഈ റാഹേല് ആ വിഷയം കർത്താവിന് കൊടുത്തു. പ്രാർത്ഥനയിൽ ദൈവത്തിന് സമർപ്പിച്ചു. ദൈവം അവളെ സ്മരിച്ചു. അവളുടെ പ്രാർത്ഥന ദൈവം കേട്ടു. കർത്താവ് അവൾക്കൊരു കുഞ്ഞിനെ കൊടുത്തു. അവൾ കുഞ്ഞിന് ജോസഫ് എന്ന് പേരിട്ടു. ഹല്ലേലൂയ. നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത വിഷയങ്ങളുണ്ട്. എത്ര കണ്ട് ആഗ്രഹിച്ചിട്ടും എത്ര കണ്ട് പരിശ്രമിച്ചിട്ടും പരിഹരിക്കപ്പെടാത്ത എത്ര വിഷയങ്ങളുണ്ട്. ധ്യാനം കഴിഞ്ഞ് വരുന്ന വഴിക്ക് ഞാനൊരു വീട്ടിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി കയറി. അവിടെ 35-37 വയസ്സൊക്കെയുള്ള പിള്ളേര് 5-8 വർഷമായിട്ട് വിവാഹാലോചന നടക്കുന്നു. 5-8 വർഷമായിട്ട്, 1-2 വർഷമൊന്നുമല്ല, 5-8 വർഷമായിട്ട് വിവാഹാലോചന നടക്കുന്ന പിള്ളേരാണ്. 2 പേരുടെ നടന്നിട്ടില്ല. 5-8 വർഷമായി. ആലോചിച്ച് നോക്കി. സൗന്ദര്യക്കുറവോ ആരോഗ്യക്കുറവോ പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷെ കല്യാണം നടക്കുന്നില്ല. മാനുഷികമായിട്ട് ഇങ്ങനെ ആലോചിച്ച് പിടിച്ചുകൊണ്ടിരുന്നാൽ ചിലപ്പോൾ അതിന് ഉത്തരം കിട്ടണമെന്നില്ല. ഇതെന്താ ഇങ്ങനെ ആലോചിച്ചിട്ട്. പല പ്രശ്നങ്ങളും നമ്മുടെ പരിധിക്കുള്ളിലുള്ളതല്ല. നമ്മൾ വിചാരിച്ചാൽ നടക്കുന്ന വിഷയങ്ങളൊന്നും അല്ല എല്ലാ ജീവിതത്തിൽ നടക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ അസ്വസ്ഥരാകാതെ, വല്ലാതെ കണ്ട് മനസ്സ് സംഘർഷത്തിലേക്ക് തള്ളിയിടാതെ ആ പ്രശ്നത്തെ കർത്താവിന് കൊടുത്ത് പ്രാർത്ഥനയിൽ ആ വിഷയത്തെ എടുക്കുക എന്നുള്ളതാണ് അതിനുള്ള ഏക പരിഹാരം. കാരണം ഇനി ആ വിഷയം ദൈവത്തിന് മാത്രമേ പരിഹരിക്കാൻ പറ്റൂ. നമ്മുടെ സമ്പത്ത് കൊണ്ട് നേടിയെടുക്കാവുന്നതായിരുന്നെങ്കിൽ പലതും നമ്മൾ കാശ് കൊടുത്ത് നേടിയേനെ. ചിലതൊന്നും നമ്മുടെ സമ്പത്തിൻ്റെ പരിധിയിൽ വരുന്നതല്ല. ചിലതൊന്നും നമ്മുടെ കഴിവിൻ്റെ പരിധിയിൽ വരുന്നതല്ല. ചിലതൊക്കെ നമ്മുടെ ആരോഗ്യത്തിൻ്റെ പരിധിയിൽ വരുന്നതല്ല. അപ്പോൾ ആ പരിധിക്കപ്പുറമായി നിൽക്കുന്നതൊക്കെ കർത്താവിൻ്റെ പരിധിയിലേക്ക് കൊണ്ടുവരുന്നിടത്ത് ദൈവം അവിടെ പ്രവർത്തിച്ചോളും. അത് നമ്മുടെ ജീവിതം മാത്രമല്ല, നമ്മുടെ കുടുംബം, കുടുംബ ബന്ധങ്ങൾ, കുടുംബത്തിൻ്റെ അസ്വസ്ഥതകൾ, കുടുംബത്തിൽ നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളൊക്കെ ദൈവത്തിൻ്റെ പരിധിക്കുള്ളിലേക്ക് കൊണ്ടുവരുമുണ്ടല്ലോ. പരിമിതികളില്ലാത്ത ദൈവം ഇടപെടുന്നത് കാണാൻ പറ്റും. ഹല്ലേലൂയ. ഇതാണ് വിശ്വാസം എന്ന് പറയുന്നത്.